ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതൊരു വെരി 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 സ്പെഷ്യൽ വീഡിയോ ആണ്. നിങ്ങളിത് ആദ്യം മുതൽ അവസാനം വരെ ഇത് കാണാൻ ശ്രമിക്കുക. ഇത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഇതുകൊണ്ട് കേട്ടത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മറ്റൊരാളിലേക്ക് കൂടി എത്തിക്കാൻ ശ്രമിക്കുക. ആരെങ്കിലും രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. പ്രത്യേകിച്ച് എൻ്റെ ഗ്രൂപ്പിലുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഇന്ന് ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ അടുത്ത സാമ്പത്തിക വർഷം നമ്മൾ എന്തൊക്കെ തെറ്റുകൾ കാണിച്ചു വന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. ബോധ്യം ഇല്ലാഴിയൊന്നുമില്ല നിങ്ങൾക്ക്. അപ്പം അടുത്ത വർഷം ഇതേ മിസ്റ്റേക്ക് തന്നെ ആവർത്തിക്കാനുള്ള പരിപാടി, അതോ എനിക്ക് നന്നാകണം എന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അങ്ങനെ നന്നാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ ഒരു പുതിയ ചരിത്രം കുറിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി പാലിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചുമ്മാതെ വാഗൊണ്ട് പറയുന്നതല്ല. ഇത് ഞാൻ തെളിയിച്ച് കാണിച്ചു കൊടുത്താണ്. അത് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് പോയി വായിച്ച് നോക്കുക. കമൻറ്റ് ബോക്സ്, അവിടെ അനുഭവസ്ഥ കഥ പറയും അവിടെ. ഓക്കെ, അപ്പോൾ നിങ്ങളത് വായിച്ചിട്ട് തീരുമാനിക്കുക ഇനി ഫർദർ ഇത് മുമ്പോട്ട് കാണണോ വേണ്ട എന്നുള്ള കാര്യം. നിങ്ങൾ കമൻറ്റ് ബോക്സ് വായിച്ചിട്ട് മാത്രം നിങ്ങൾ ബാക്കി കണ്ടാൽ മതി. ഓക്കെ, അപ്പം ഞാൻ ഇത് കാണിച്ചു കൊടുത്ത് പരീക്ഷിച്ച് അവരൊക്കെ വിജയിച്ചവരാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ പ്രാവർത്തികമാക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. അപ്പം എനിക്കറിയാം, സാധാരണ ഇപ്പം നാട്ടിലെ ചൊല്ലാണ്, ഓപ്ഷൻ ബയേഴ്സ് എല്ലാവരും പരാജയമാണ്. സെബി പറയുന്നത് 92%, 8% മാത്രമേ വിജയമുള്ളൂ, ബാക്കി 92 പേരും പരാജയമാണ് എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ അതിനെയൊക്കെ മാറ്റിക്കുറിച്ച്, എന്നെ അറിയുന്നവരും എന്നെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം, നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വൃത്തിയായിട്ട് നല്ല രീതിയിൽ മാന്യമായി പ്രോഫിറ്റ് എടുത്താണ് നമ്മൾ പോകുന്നത്. ഒരു ദിവസം സാധാരണഗതിയിൽ ഡെയിലി നമ്മൾ നോക്കുന്ന ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 60 മുതൽ 70% വരെ നമുക്ക് വിന്നിങ് പ്രോബബിലിറ്റി ഉണ്ട്, ഇല്ലേ? ആൾക്കാർ പ്രോഫിറ്റിൽ ഇറങ്ങുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വായിച്ച് നോക്കുക, ഒരു കാര്യം പറയും. പിന്നെ നമ്മൾ വീക്കിലി പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീക്കിലിയിലും നമുക്ക് ഒരു 50%, 60%, 40 മുതൽ 60% വരെ നമുക്ക് ഒരു വിന്നിങ് പ്രോബബിലിറ്റി കണ്ടുവരുന്നുണ്ട് ആൾക്കാർ ചെയ്തതിൽ. ഇനി മന്ത്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി നമുക്കൊരു ഈ മാസം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പോൾ ഇട്ടു, ആ പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പോൾ നോക്കിയപ്പം, നമ്മുടെ ഗ്രൂപ്പിൽ ആ പോൾ നോക്കിയപ്പോൾ ഏകദേശം മന്ത്ലി 40% ആൾക്കാർ പ്രോഫിറ്റ് ഇറങ്ങി. 40%-ത്തിനടുത്ത ആൾക്കാർ പ്രോഫിറ്റിൽ ഇറങ്ങി. അതൊരു വലിയ അച്ചീവ്മെൻ്റാണ്. അപ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ച, ഇനി അടുത്ത രസം പറയാം, കഴിഞ്ഞതിൻ്റെ അങ്ങേ ആഴ്ച വീക്കിലിയിൽ നമ്മൾ ഏകദേശം 70%-ഓളം ആൾക്കാർ പ്രോഫിറ്റിലാണ് ഇറങ്ങിയത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച നേരെ അത് ഒരു 50%, 40%, 50%-അടുത്ത് വന്നു. കാരണം അവസാനത്തെ ഒരു ദിവസം 4 ദിവസം കിട്ടിയ പ്രോഫിറ്റ് അവസാന വ്യാഴാഴ്ച കൊണ്ടുപോയിട്ട് കല ഉടച്ചു, കിട്ടിയത് മുഴുവൻ കളഞ്ഞ് പോയി. ഇന്ന് ഇപ്പം പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഒരു 40-50% ആൾക്കാർ ഈ ആഴ്ചയും പ്രോഫിറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. മന്ത്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 40% ആൾക്കാർ പ്രോഫിറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയ അച്ചീവ്മെൻ്റാണ്. അപ്പം ഞാൻ നിരന്തരമായിട്ട് നിങ്ങളെ ഇങ്ങനെ വഴക്ക് പറയുകയും, യൂട്യൂബിലുള്ളവരല്ല, നമ്മുടെ ഗ്രൂപ്പിലുള്ളവരുടെ പറയുന്നത്, നിരന്തരമായി നിങ്ങളെ വഴക്ക് പറയുകയും നിങ്ങളെ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട്, നിരന്തരമായി നാണക്കേട് ഓർത്തെങ്കിലും നിങ്ങൾ സഹിക്കുന്നത് കൊണ്ടാണ് ഇത്രയൊക്കെ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റിയത്. അപ്പം ഇപ്പം നിങ്ങൾക്കൊരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഇനി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്നെ പുതുതായിട്ട് കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അപ്പോൾ ഞാൻ ഇത്രയും ചരിത്രം പറഞ്ഞത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. അടുത്ത സാമ്പത്തിക വർഷം, ഇപ്പോൾ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഓക്കെ, പറ്റിയത് പറ്റി. ഇനി പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഓക്കെ,
നിങ്ങൾക്ക് നഷ്ടങ്ങളേ ഉള്ളൂ. നഷ്ടങ്ങളുടെ പട്ടിക മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ. ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഓപ്ഷൻ ബയേഴ്സിന് യാതൊരുവിധ അച്ചടക്കവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മാർക്കറ്റ് കുറച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം പൊട്ടും ചിന്താഗതി. മാർക്കറ്റ് കുറച്ച് താഴോട്ട് വീണ് കഴിഞ്ഞാൽ ഇപ്പം കയറും. അതിനനുസരിച്ച് നിങ്ങൾ ലോട്ടുകൾ ആവറേജ് ചെയ്യും. ആവറേജ് ചെയ്ത് പിന്നെ വലിയ ഹ്യൂജ് ലോസിലേക്ക് പോകും. ഇങ്ങനെയൊന്നും അല്ല ഓപ്ഷൻ ബൈയിങ് ചെയ്യേണ്ടത്. ഓപ്ഷൻ ബൈയിങ് ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ഓപ്ഷൻ ബയർ പാലിക്കേണ്ട മര്യാദകൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും വൈറലായ ഒരു വീഡിയോ ആണ് എൻ്റെ. ധാരാളം ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഞാൻ ഇതിൻ്റെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. നിങ്ങളത് കാണാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, നിങ്ങൾ ഒരു സെക്കൻഡ്, അപ്പം നിങ്ങൾ അത് ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മാസത്തിലൊരിക്കൽ ആ വീഡിയോ നിങ്ങൾ കാണുന്നതും നന്നായിരിക്കും. നിങ്ങൾ ഒരു ഓപ്ഷൻ ബയർ പാലിക്കേണ്ട മര്യാദകൾ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അടുത്ത സാമ്പത്തിക വർഷം നമുക്ക് എങ്ങനെ വിജയിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോയ്ക്ക് ചിലപ്പോൾ ഇച്ചിരി ലെങ്ത് കൂടുതലായിരിക്കും, എങ്കിലും നിങ്ങൾ സാവകാശം എടുത്ത് നിങ്ങളിത് കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, കുറച്ച് ലെങ്തി ആയിരിക്കും, ബട്ട് നിങ്ങളിത് കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങൾ അടുത്ത ഒരു സാമ്പത്തിക വർഷം നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അതിയായി താല്പര്യമുണ്ട്, വിജയിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമയോടെ കേൾക്കുക. കാരണം ഓപ്ഷൻ ബൈങ്ങിനകത്ത് നിങ്ങൾക്ക് ക്ഷമ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ക്ഷമയില്ല, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകണമെങ്കിൽ നോ പ്രോബ്ലം. നിങ്ങളുടെ ഭാവി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. എനിക്ക് പറ്റുന്ന ഒരു വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. ഓക്കെ, അപ്പം നമുക്ക് അപ്പം അതിൻ്റെ കാര്യത്തിലോട്ട് വരാം. അപ്പം ഈ അടുത്ത സാമ്പത്തിക വർഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ പഴയ ലോസിനെ, അതായത് ഇതുവരെ വരുത്തിയ ലോസിനെ നിങ്ങൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് അതങ്ങോട്ട് മാറ്റി വെക്കുക. ഓക്കെ, ആദ്യം ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് ഇതുവരെ ലോസ് വന്നു. ഓക്കെ, വന്നു. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ആ കാശ് തിരിച്ചു കിട്ടുമോ അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാനോ ഒന്നും ഇപ്പോൾ എന്തായാലും നടക്കത്തില്ല. ഓക്കെ, നിങ്ങൾ ആദ്യം അതൊരു പറ്റ് ബുക്കിനകത്തില്ല, പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറ്റ് ബുക്കിൽ എഴുതി അടിവരയിട്ട് 2 ലൈൻ അടിവരയിട്ട് നിങ്ങൾ സാധനം ആ ബുക്ക് എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കുക. ഓക്കെ, അതിനുശേഷം അടുത്ത സാമ്പത്തിക വർഷം നിങ്ങളൊരു പുതിയ ബുക്ക് വാങ്ങിക്കുക. പഴയ പറ്റ് ബുക്ക് അവിടെ ഇരുന്ന് എടുത്ത് കളയരുത്. ആ പറ്റ് ബുക്ക് നമുക്ക് ആവശ്യം വരും, പക്ഷേ ഇപ്പോഴല്ല. അതെടുത്ത് നിങ്ങളുടെ അലമാരിയിലോ സേഫിലോ സൂക്ഷിച്ച് വെക്കുക. ഓക്കെ, ഇപ്പോൾ തൽക്കാലം അത് തുറന്ന് നോക്കേണ്ട കാര്യമില്ല. നമ്മളതിനെ ഒരു ബാഡ് ഡെപ്റ്റായിട്ട് എഴുതി കിട്ടാക്കടവായിട്ട് നമ്മളതിനെ എഴുതി തള്ളി. ബാങ്കുകാർക്ക് ബാഡ് ഡെപ്റ്റ് എന്ന് പറയത്തില്ലേ, കിട്ടാക്കടം എന്ന് പറഞ്ഞാൽ എഴുതി തള്ളി. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഈ സാമ്പത്തിക വർഷത്തിൽ നമുക്ക് നഷ്ടം എന്ന് പറഞ്ഞ് നമ്മളത് മാറ്റി വെക്കും. പുതിയൊരു ബുക്ക് വാങ്ങിക്കുന്നു, പുതിയൊരു പേജ് തുറക്കുന്നു, നമ്മൾ ഒരു പുതിയ ക്രയവിക്രയം ആരംഭിക്കുന്നു. ഓക്കെ, പുതിയൊരു ഒരു തുടക്കം. ഓക്കെ, അപ്പോൾ ഈ പുതിയ തുടക്കം വളരെ അച്ചടക്കത്തോടെ തുടങ്ങിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് തുടങ്ങുന്നതിന് മുന്നേ, പറ്റ് ബുക്കിൽ ആദ്യത്തെ വരി എഴുതുന്നതിന് മുന്നേ, ഈ വർഷത്തെ ബുക്കിൽ ആദ്യത്തെ വരി എഴുതുന്നതിന് മുമ്പ് നിങ്ങളോട് തന്നെ പറയണം, എനിക്ക് വിജയിക്കണം, അതിന് ഞാൻ എന്ത് കോംപ്രമൈസിനും തയ്യാറാണ്. ഓക്കെ, എന്ന് നിങ്ങൾ മനസ്സിലൊരു തീരുമാനം എടുത്തിട്ട് വേണം നിങ്ങൾ പുതിയ ഒരു തുടക്കം ഈ സാമ്പത്തിക വർഷം നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്. പുതിയ സാമ്പത്തിക വർഷത്തിൽ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, എനിക്ക് വിജയിക്കണം എന്നുള്ളൊരു ആത്മവിശ്വാസം ഒരു ചിന്ത എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വരണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആ വാക്ക് വീണ്ടും ഞാൻ പറയുന്നു, ന്യായം എന്ന സംഭവത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പ്രോഫിറ്റ് എല്ലാം ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാനിവരെ ഗ്രൂപ്പിലുള്ളവരെ നിരന്തരം ഉദ്ബോധിപ്പിക്കുന്നൊരു കാര്യമാണ് ന്യായം. അവരിത് കേട്ട് നാണം കെട്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഇറങ്ങിപ്പോകുന്നത്. കാരണം നമുക്ക് ന്യായമായിട്ടുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് ട്രേഡിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കണം. അന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷനകത്തിൽ കിൽ സ്വിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കിൽ സ്വിച്ച് ഓപ്പൺ ചെയ്ത് ഓൺ ആക്കിയിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോവുക. ഓക്കെ, എനിക്ക് ഒരു ദിവസം ധാരാളം പേഴ്സണൽ മെസ്സേജ് വരുന്നുണ്ട്. ഇവരെയൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പം ഇവരോടൊക്കെ ഞാൻ പറയുന്നത്, ഇവർ പ്രോഫിറ്റിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ നിങ്ങൾ കിൽ സ്വിച്ച് പോവുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വീണ്ടും ട്രേഡിന് വേണ്ടി ചോദിക്കുമ്പോൾ ഞാൻ ചീത്ത വിളിച്ച് ഓടിക്കാറുമുണ്ട്.
അപ്പോൾ അത് സ്നേഹത്തിൻ്റെ പുറത്തുള്ള ഒരു ശാസനയാണ്, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ആ ശാസന അവർ സ്നേഹ രൂപേണ അവർ സ്വീകരിക്കുന്നതുകൊണ്ട് അത് അവരുടെ ലൈഫിൽ അവർക്ക് നല്ല ഒരു നേട്ടം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം ഞാൻ ഈ പറയുന്ന കുറച്ച് ലാഗിലാണ്, എങ്കിലും നിങ്ങൾ ശാന്തമായിട്ടത് കേൾക്കാൻ ശ്രമിക്കുക. എന്തായാലും നിങ്ങൾ ഒരു അരമണിക്കൂർ ഇതിനു വേണ്ടി ചിലവാക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ന്യായം, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ന്യായമായിട്ടുള്ളത് കിട്ടിയാൽ, ഞാൻ പഴയ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ആർത്തരസം ഉണ്ടാക്കുമെങ്കിലും നിങ്ങളൊരു 10%, ഓപ്ഷൻ ബൈങ്ങിനകത്ത് 10% എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ ലാർജ് ക്യാപിറ്റലല്ല ഉപയോഗിക്കുന്നത്. 10,000 മുതൽ 50,000 രൂപ വരെ ഉപയോഗിച്ചാണ് നിങ്ങൾ ഓരോരുത്തരും ട്രേഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 1,00,000 രൂപയായിരിക്കും മാക്സിമം നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഒരു ലോട്ട് എന്ന് വെച്ച് നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു ലോട്ട് ചെയ്യാൻ ചിലപ്പോൾ 10,000 രൂപ വേണ്ടി വരും. 100 120 രൂപയുടെ സ്ട്രൈക്ക് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപ വേണം. ആ 10,000 രൂപ വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പം ഒരു 10 പോയിൻറ്റ് 12 പോയിൻറ്റ് പ്രീമിയത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അന്നത്തെ ട്രേഡ് നിങ്ങൾ അവസാനിപ്പിക്കണം. നിങ്ങളതൊരു ശക്തമായ തീരുമാനം എടുക്കണം. അതായത് 10,000 രൂപ വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാൾ, ഓക്കെ, ഒരു ലോട്ട് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞ് 10,000 രൂപ ഒരു ലോട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ 1,000 രൂപ കിട്ടിയാൽ നിങ്ങൾ ആ പരിപാടി അവസാനിപ്പിക്കണം. 1,000 രൂപയ്ക്ക് ഏകദേശം നിങ്ങൾക്കൊരു 15 പോയിൻറ്റ് 14 പോയിൻറ്റ് 15 പോയിൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1,000 രൂപ കിട്ടും. ആ ദിവസം നിങ്ങൾ അന്നത്തെ ട്രേഡ് നിങ്ങൾ അവസാനിപ്പിക്കണം. ഒരു ലോട്ടിൽ നിങ്ങൾ ശക്തമായ ഒരു തീരുമാനം എടുക്കണം. ഞാൻ ഇനി അങ്ങനെ പോകത്തുള്ളൂ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസം കഴിയുമ്പോൾ, നിങ്ങൾ ഒരു ദിവസം 10% ഉണ്ടാക്കിയാൽ 10 ട്രേഡിംഗ് ഡേ കഴിയുമ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ ഡബിൾ ആകും, ഇല്ലേ? നിങ്ങൾ 10,000 രൂപ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ 20,000 രൂപ. പക്ഷേ ഒരിക്കലും ഞാനങ്ങനെ പറയത്തില്ല, അങ്ങനെ ആകുമെന്ന് പറയത്തില്ല. കാരണം എല്ലാ ദിവസവും നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റത്തില്ല. ചില ദിവസങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് ലോസ് അടിക്കും. ഓക്കെ, അപ്പോൾ ഈ എങ്ങനെയാണ് ഒരു ട്രേഡ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ അതിനും ഒരു വീഡിയോ വെച്ചിട്ടുണ്ട്. ചാർട്ടിൽ എങ്ങനെ ട്രേഡ് എടുക്കാം എന്നൊരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതും ഇവിടെ ഐ ബട്ടണിൽ ഞാൻ കൊടുത്തേക്കും. ഓക്കെ, അപ്പം അതിൽ എങ്ങനെ ട്രേഡ് എടുക്കണം എന്നുള്ളത് കൃത്യമായി ഞാൻ ആ വീഡിയോ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാനത് പറയുന്നില്ല. അപ്പം നിങ്ങൾ അപ്പം അതിൽ ഇപ്പം ഒരു മാസം ഏകദേശം 20 ട്രേഡിംഗ് സെഷനാണ് ഉള്ളത്. 20 ട്രേഡിംഗ് സെഷൻ. നമുക്ക് അവസരം, ഞാൻ ഈ കാര്യങ്ങൾ എങ്ങനെ ട്രേഡ് എടുക്കണം എന്നുള്ളതൊക്കെ ഞാൻ ആ വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. അവസരം എവിടെയാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തി ആ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. ഇപ്പോൾ ഇതിൻ്റെ താഴെ, ഈ വീഡിയോയുടെ താഴെ ധാരാളം ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവരൊക്കെ കുറച്ച് ആൾക്കാർ ഈ അവസരത്തിന് വേണ്ടി കാത്തിരിക്കാൻ പഠിച്ചു. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു അവർ നിങ്ങൾക്കൊരു മാതൃകയാണ്. ഇപ്പോൾ പുതുതായിട്ട് എന്നെ കേൾക്കുന്നവർക്കൊരു മാതൃകയാണ് ഈ കമൻറ്റ് ചെയ്യുന്നവരൊക്കെ. അപ്പോൾ അവരൊക്കെ ചുമ്മാ രാവിലെ പച്ച കണ്ട ചുവപ്പ് കൊണ്ട് കഴിഞ്ഞാൽ പി എടുക്കുന്നൊരു സ്വഭാവമുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അവരതൊക്കെ മാറി അവസരത്തിന് വേണ്ടി കാത്തിരുന്നു. അവസരമില്ലെങ്കിൽ ട്രേഡ് ചെയ്യാതിരിക്കാൻ വരെ അവർ പഠിച്ചു. അപ്പം ആ ഒരു തലത്തിലേക്ക് എന്നെ പുതുതായിട്ട് കേൾക്കുന്നവർ നിങ്ങൾ വരണം. അവസരം ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിക്കുക. അല്ലാതെ എല്ലാ ദിവസവും എനിക്ക് ട്രേഡ് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി നിങ്ങളത് മാറ്റിവെക്കണം. അത് നിർബന്ധമായിട്ടും നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ നിന്ന് മാറ്റേണ്ട ഒരു കാര്യമാണ്. എല്ലാ ദിവസവും എനിക്ക് ട്രേഡ് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി, അത് നിങ്ങൾ മാറ്റിവെക്കുക. ഓക്കെ, അവസരമുണ്ടെങ്കിൽ മാത്രം, ആ എൻട്രി പോയിന്റ് കിട്ടിയാൽ മാത്രം നിങ്ങൾ എൻട്രി എടുക്കുക. അതിന് കൃത്യമായ സ്റ്റോപ്പ് ലോസ് വേണം. അഥവാ സ്റ്റോപ്പ് ലോസിൽ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റോപ്പ് ലോസ് കൊടുക്കാനും നിങ്ങൾ തയ്യാറാകണം. ആ സ്റ്റോപ്പ് ലോസ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ചിന്ത വരും, ഓക്കെ, അല്ല, ഇവിടെ തിരിച്ച് റിവേഴ്സ് ചെയ്യും, പിന്നെ മാർക്കറ്റ് താഴെ പോകും, അപ്പോൾ വീണ്ടും നിങ്ങൾ ആവറേജ് ചെയ്യും. അപ്പം ആ ഒരു പരിപാടി നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ ഈ ആവറേജിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ അല്ല, ഞാനൊരു സ്പെഷ്യൽ ഒരു പ്ലേലിസ്റ്റിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾ സൗകര്യമുള്ളവരൊക്കെ നിങ്ങൾ ആ പ്ലേലിസ്റ്റ് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഈ വീഡിയോയുടെ അവസാനം ഞാൻ ആ പ്ലേലിസ്റ്റ് കൊടുത്തേക്കാം. നിങ്ങൾ ആ പ്ലേലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത്, ഏത് പോയിന്റിൽ നിന്ന് ട്രേഡ് എടുക്കണം, എവിടെ എക്സിറ്റ് ആവണം എന്നൊക്കെ ഞാനിത് പറഞ്ഞത്. അതൊന്നും ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്ന താല്പര്യം, നിങ്ങൾ എങ്ങനെ ആവറേജ് ചെയ്യണം എന്നൊക്കെ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആവറേജിങ് ഏറ്റവും വലിയൊരു ശത്രുവാണ് നമ്മളുടെ. ഈ ചുമ്മാതെ എടുത്ത് ആവറേജ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കയറും. ഇപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോ പറയാറുണ്ട്. ഓക്കെ, ഹോപ്പ് ഈസ് ദ വേഴ്സ്റ്റ് എനിമി ഓഫ് എ ട്രേഡർ. പ്രതീക്ഷയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. എപ്പോഴും പ്രതീക്ഷയാണ്, ഇല്ലേ? കയറും. അല്ലെങ്കിൽ ഇപ്പം പൊട്ടും. മാർക്കറ്റ് ഒരു 100-200 പോയിന്റോട് കയറി കഴിഞ്ഞാൽ ഉടനെ പറയും, ഓക്കെ, ഇപ്പോൾ ഈ പോയിന്റ് പൊട്ടും. ഉടനെ പൊട്ടെടുക്കും. അവിടെ നോക്കുകയൊന്നുമില്ല, അവിടെ റെസൻസ് ഫേസ് ചെയ്യുന്നുണ്ടോ, അവിടെ ബ്രേക്ക് ഔട്ട് ഉണ്ടോ, ഒന്നും ചിന്തിക്കുന്നില്ല. അവിടെ 200 പോയിന്റ് കയറി, 200 പോയിന്റ് ന്യായമായിട്ടുള്ളതാണ്, പിന്നെ അവിടെ നിന്ന് പൊട്ടും.
ഉടനെ അവിടുന്ന് പുട്ടെടുക്കുക. വീണ്ടും 50 പോയിന്റ് മേലോട്ട് പോകും. പോകുമ്പോൾ പിന്നെ അവിടുന്ന് വീണ്ടും ഓക്കെ ഇവിടുന്ന് പൊട്ടും. അപ്പോൾ ഞാൻ ഇവിടുന്ന് ആവറേജ് ചെയ്യും. പിന്നെ അത് ആവറേജ് ചെയ്യുമ്പോൾ പിന്നെ ലോസിൻ്റെ ഇത് കൂടും. പിന്നെ 50 പോയിന്റ് മേലോട്ട് പോകും. പിന്നെ അവിടെ കൊണ്ടിട്ട് ആവറേജ് ചെയ്യും. ഇങ്ങനെ ആവറേജ് ചെയ്ത് ആവറേജ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ലോഡ് സൈസ് കൂടുകയും ഇത് ഈ പ്രീമിയം ഉരുകി തീരുന്നതല്ലാതെ നിങ്ങൾക്ക് വേറെ നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഇതൊന്നും നോക്കാതെ നിങ്ങൾ ഇങ്ങനെ അന്ധമായിട്ട് മാർക്കറ്റിനെ വിശ്വസിച്ച് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ഒരിക്കലും നമ്മൾ അങ്ങനെ അല്ല ചെയ്യേണ്ടത്. അതിന് കൃത്യമായ മാനദണ്ഡമുണ്ട്. സപ്പോസ് നമുക്ക് അവിടെ ഒരു ആവറേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ആവറേജ് ചെയ്യണം, അതിന് കൃത്യമായ മാനദണ്ഡമുണ്ട്. ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കാണാൻ ശ്രമിക്കുക. അപ്പം ആവറേജിങ്ങിനകത്തിൽ നിങ്ങളൊരു മിതത്വം പാലിക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ആവറേജ് ചെയ്യാവൂ. നമ്മുടെ ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് വരുവാണെന്ന് 100% ഉറപ്പ്. പോട്ടെ 80%എങ്കിൽ നിങ്ങൾക്ക് കൺവിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആവറേജ് ചെയ്യാവൂ. അങ്ങനെ ആവറേജ് ചെയ്യണമെങ്കിലും എങ്ങനെ ആവറേജ് ചെയ്യണമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം രണ്ടാമത്തെ ശത്രുവാണ് ഇത് ആവറേജിങ്. അപ്പം ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കൃത്യമായി സ്റ്റോപ്പ് ലോസ് വേണം. രണ്ടാമത് നിങ്ങൾ ആവറേജ് ചെയ്യുന്നതിൽ ഒരു മിതത്വം പാലിക്കും. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ പാലിച്ചാൽ 50% നിങ്ങൾ വിജയിച്ചു. നിങ്ങളുടെ ട്രേഡിങ്ങിനകത്ത് നിങ്ങൾ വിജയിച്ചു. 50% നിങ്ങൾ വിജയിച്ചു. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ കീഴടക്കി കഴിഞ്ഞു. 1 സ്റ്റോപ്പ് ലോസ്, 2 ആവറേജ്. ഈ 2 പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഓപ്ഷൻ ബയറുടെ ശത്രു. ഇത് 2-നും നിങ്ങൾ മിതത്വം പാലിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. പിന്നെ ബാക്കി 50% എന്ന് പറയുന്ന കാര്യം നിങ്ങളുടെ അറിവില്ലായ്മയാണ്. മനസ്സിലായി? അതായത് അന്നത്തെ ദിവസം അല്ലെ അന്ന് രാത്രിയിൽ തലേദിവസം രാത്രിയിൽ മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു, ഗ്ലോബലി എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു, ലോക്കൽ ന്യൂസുകൾ എന്താണ്, ഇതിൻ്റെയൊക്കെ അറിവില്ലായ്മയാണ് നമ്മളെ പിന്നെ ഒരു ട്രേഡ് എടുത്ത് വിജയിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഒരു പരാജയ കാരണം നമ്മുടെ അറിവില്ലായ്മയാണ്. മനസ്സിലായോ? അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കൃത്യമായി നിങ്ങൾ നിരീക്ഷിക്കണം. നിരീക്ഷിക്കാതെ നിങ്ങൾക്ക് ഇതിൽ വിജയിക്കാൻ പറ്റത്തില്ല. കാരണം അന്ന് എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് രാത്രി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അറിയാതെ രാവിലെ വന്ന് സി എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ചിലപ്പം ഗ്യാപ്പപ്പിലായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സി എടുത്ത് ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്ത ശേഷം ഈ 50-100 പോയിന്റ് ഗ്യാപ്പപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നേരെ കുത്തനെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നേരെ താഴോട്ട് വന്ന് 100-150 പോയിന്റ് താഴോട്ട് പോകുന്ന പല സിനാരിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊന്നും അല്ല നമ്മൾ ഓപ്ഷൻ ബൈങ് ചെയ്യേണ്ടത്. അപ്പോൾ കൃത്യമായ എൻട്രികൾ കഴിവതും നിങ്ങൾ ഒരു 15 മിനിറ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 5 മുതൽ 15 മിനിറ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. 15 അതിൽ കൂടുതലോ വെയിറ്റ് ചെയ്താൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ 15 മിനിറ്റ് കഴിയുമ്പോൾ മാർക്കറ്റിൻ്റെ ആദ്യത്തെ ആ വോളറ്റൈലിറ്റി ഒന്ന് മാറും. അപ്പോൾ മാർക്കറ്റ് ഒന്ന് സസ്റ്റെയിൻ ആകും. ഓക്കെ, ഒരു സ്റ്റെബിലിറ്റി വരും. അതിന് ശേഷം മാത്രം കൃത്യമായ സപ്പോർട്ടിൽ നിന്നോ റെസിസ്റ്റൻസിൽ നിന്നോ നിങ്ങൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ രാവിലെ ആദ്യത്തെ 5 മിനിറ്റിൽ ചാടി കയറി ട്രേഡ് എടുത്തോ അങ്ങനെയുള്ളൊരു പരിപാടി നിങ്ങൾ ചെയ്യരുത്. ചിലപ്പം ചില ദിവസം നിങ്ങൾക്ക് വല്ലതും കിട്ടിയെന്നിരിക്കും, പക്ഷേ അതിൻ്റെ ഡബിൾ ഇരട്ടി നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായ പഠനമില്ലാതെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചാടി കയറി സിഇഒ പിഒ എടുത്ത് നിങ്ങളുടെ പൈസ കളയരുത്. ഓക്കെ, അപ്പോൾ ആ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി അടുത്തൊരു കാര്യം എന്ന് പറയാനുള്ളത്, നിങ്ങൾ ഏത് ഇൻഡെക്സിലാണോ ട്രേഡ് ചെയ്യുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം, ഏത് ഇൻഡെക്സിലാണോ ട്രേഡ് ചെയ്യുന്നത് ആ ഇൻഡെക്സിൻ്റെ വെയിറ്റേജ് സ്റ്റോക്കുകളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളിപ്പോൾ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുവാണെങ്കിൽ ആ നിഫ്റ്റിയിലെ ആ വെയിറ്റേജ് ഉള്ള ഇൻഡെക്സുകൾ ആ വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് എന്തെങ്കിലും ഗ്രാഹ്യമുണ്ടോ നിങ്ങൾക്ക് ചെയ്യുന്നവർക്ക്? ഇല്ലയെന്നുണ്ടെങ്കിൽ, അറിയാവുന്നവർക്ക് ഓക്കെ, ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ നിങ്ങൾ ആദ്യത്തെ നിഫ്റ്റിയുടെ ആണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ ആദ്യത്തെ 7, 8, 10 സ്റ്റോക്കുകൾ നിങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രമേ നിങ്ങൾ ഇൻഡെക്സിനകത്തിൽ ഓപ്ഷൻ നിങ്ങൾ ചെയ്യാവൂ. അല്ലാതെ വെറുതെ ചുമ്മാതെ രാവിലെ എങ്ങോട്ടേലും 50 പോയിന്റ് കയറി അടുത്ത 2 ക്യാൻഡിലുള്ള പച്ച വീണു ഉടനെ തന്നെ ചാടി കയറി സി എടുക്കുകയല്ല, മറിച്ച് നിങ്ങൾ ആ വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകളുടെ പോക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷിക്കണം. അത് ഏതെങ്കിലും ചിലപ്പോൾ ഇപ്പോൾ സപ്പോസ് ഞാൻ പറയാം, നമുക്ക് ഇപ്പോൾ നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വെയിറ്റേജ് ഉള്ള സ്റ്റോക്കാണ് HDFC അല്ലെങ്കിൽ റിലയൻസ് അല്ല ICICI. ഓക്കെ, അപ്പോൾ നമ്മൾ രാവിലെ ട്രേഡ് എടുക്കുന്നു, മാർക്കറ്റ് രാവിലെ പിന്നെ ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, പതുക്കെ ആദ്യത്തെ 15 മിനിറ്റിൽ 3-5 മിനിറ്റിൻ്റെ ഗ്രീൻ ക്യാൻഡിൽ വീണ് മാർക്കറ്റ് മുകളിലോട്ട് പോകും. ഈ മുകളിലോട്ട് പോകുമ്പോൾ തന്നെ HDFCയുടെ നോക്കുമ്പോൾ HDFC പോസിറ്റീവാണ്. പക്ഷേങ്കിൽ HDFC ഏതെങ്കിലും രീതിയിൽ ആ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്ന ഏരിയയിലാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് മാർക്കറ്റ്
താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 1850 എന്ന് സപ്പോസ് വിചാരിച്ചു. ഇപ്പം 1820 30 കണ്ടാണ് ഇപ്പം HDFC ഓടുന്നത്. ഇപ്പോൾ ഇന്നത്തെ ദിവസം ഏതാണ്? ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് 28-ാം തീയതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. 28 മാർച്ച് 2025 ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം HDFCയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1830 ആ റേഞ്ചിൽ കണ്ടാണ് പ്രൈസ്. അപ്പം നമ്മൾ ഇന്നിപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണ്. മാർക്കറ്റ് ഇന്ന് രാവിലെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് പതുക്കെ മുകളിലോട്ട് പോകും. HDFC ബാങ്കിന് 1840 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. പല പ്രാവശ്യം ഈ റെസിസ്റ്റൻസ് തട്ടി മാർക്കറ്റ് HDFC തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ HDFCയുടെ സ്റ്റോക്ക് നോക്കിയാൽ മനസ്സിലാവുമായിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞ് എക്സാമ്പിൾ പറയുകയാണ്. മാർക്കറ്റ് നിഫ്റ്റി രാവിലെ ഓപ്പൺ ചെയ്ത് ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അപ്പം മാർക്കറ്റ് 3 ഗ്രീൻ ക്യാൻഡിൽ വീണ് മാർക്കറ്റ് മുകളിലോട്ട് പതുക്കെ പോകുന്നു. അപ്പം നമ്മൾ വിചാരിക്കും ഓക്കെ 3 ക്യാൻഡിൽ 15 മിനിറ്റ് ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ സസ്റ്റെയിൻ കിട്ടി മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കറക്റ്റ് 1840 HDFCക്ക് റെസിസ്റ്റൻസ് ആണ്. മാർക്കറ്റ് അവിടെ വന്നിട്ട് നേരെ പെട്ടെന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി. HDFC നേരെ തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും എല്ലാം കുത്തനെ താഴോട്ട് വരാനുള്ള സാധ്യത. കാരണം ഏറ്റവും വെയിറ്റേജ് ഉള്ള സ്റ്റോക്കാണ് HDFC. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനിതൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു ഓപ്ഷൻ ബയർ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ആദ്യത്തെ നിഫ്റ്റി 50 ആദ്യത്തെ ഒരു 7 സ്റ്റോക്കിൻ്റെയെങ്കിലും ഒരു 5 അല്ലെങ്കിൽ 7 സ്റ്റോക്കിൻ്റെയെങ്കിലും ഗതിവിഗതികൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതിന് റെസിസ്റ്റൻസ് ഉണ്ടോ, സപ്പോർട്ട് എടുക്കുന്നുണ്ടോ, എന്താണ് ഗതി എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ ഓപ്ഷൻ ബൈങ്ങിൽ ഒരു പൊസിഷൻ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാവൂ. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. അപ്പം ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ അതുപോലെ തന്നെ HDFC ആയിരിക്കും ഏറ്റവും വെയിറ്റേജ്. അപ്പോൾ നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പം ബാങ്കിങ് ഇപ്പം നിങ്ങൾ HDFC ബാങ്കിങ് സെക്ടറാണല്ലോ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതിന് പകരം HDFCക്ക് പകരം IT എടുക്കാം. ഇൻഫിയാണ് IT സെക്ടറിൽ ഏറ്റവും വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകൾ. ഈ നിഫ്റ്റി 50 ഇൻഫിക്ക് വെയിറ്റേജ് കൂടുതലാണ്. അപ്പോൾ സപ്പോസ് ഇപ്പോൾ മാർക്കറ്റ് പതുക്കെ ഇതുപോലെ തന്നെ മേലോട്ട് പോവുക, ബാക്കിയുള്ള സ്റ്റോക്കുകളൊക്കെ ന്യൂട്രലായിട്ട് നിൽക്കുകയാണ്. വലിയ മൂവ്മെൻറ്റ് ഒന്നുമില്ല. 2, 3, 4, 5 പോയിന്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നിൽക്കുകയാണ്. ഈ പറയുന്ന പോലെ ഈ എൻഫി കുറച്ച് മേലോട്ട് പോയിട്ട് അവിടുത്തെ പെട്ടെന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുവാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഒറ്റയടിക്ക് താഴെ വീഴും, നേരെ താഴോട്ട് പോകും. പക്ഷേ ബാങ്ക് വീഴത്തില്ല. കാരണം എന്താ? ബാങ്ക് വീഴണമെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി വീഴണമെന്നുണ്ടെങ്കിൽ ബാങ്കിങ് സെക്ടറിലുള്ള ഏതെങ്കിലും സ്റ്റോക്കുകൾ വെയിറ്റുള്ള സ്റ്റോക്കുകൾ താഴോട്ട് പോകണം. പക്ഷേങ്കിൽ ഇൻഫി വീഴുവാണെന്നുണ്ടെങ്കിൽ എന്താ? നിഫ്റ്റി 50 വെയിറ്റുള്ള സ്റ്റോക്കാണ് ഇൻഫി. അപ്പോൾ ഇൻഫി വീഴുവാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി മാത്രം എന്ത് ചെയ്യും? നേരെ താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നവർ ആദ്യത്തെ ഒരു 7, 8, 10 സ്റ്റോക്കുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ മൂവ്മെൻ്റൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസുകളൊക്കെ നിങ്ങളുടെ ചാർട്ടിൽ വരച്ചിടാൻ ശ്രമിക്കുക. നിങ്ങൾ ട്രേഡിംഗ് വ്യൂ അറിയാൻ വയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് വ്യൂ പഠിക്കുക. എങ്ങനെയാണ് സപ്പോർട്ട് വരയ്ക്കുന്നത്, എങ്ങനെയാണ് റെസിസ്റ്റൻസ് വരയ്ക്കുന്നത് എന്നൊക്കെ ഞാൻ അതിന് വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പ്രൈസ് ആക്ഷൻ സീരീസ് ഉണ്ട്, അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതിനകത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ട്രേഡിംഗ് വ്യൂവിൽ നമ്മൾ വരയ്ക്കുന്നതെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ സമയം പോലെ കാണാൻ ശ്രമിക്കുക. പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, പഠിത്തം അല്ലാതെ വേറെ യാതൊരു കുറുക്ക് വഴിയില്ല സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പഠിക്കുക എന്നുള്ളതല്ലാതെ പൊട്ടൻ്റെ മാവേലേർ പോലെ എറിഞ്ഞ് വല്ലപ്പോഴും മാങ്ങ ഇടുന്ന പോലല്ല, ചക്ക വീണ് മുയൽ ചാവുന്ന പോലല്ല. കൃത്യമായി കൺസിസ്റ്റൻസിയോടെ നിങ്ങൾക്ക് ട്രേഡിനകത്ത് പ്രോഫിറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ കൃത്യമായ പഠനം വേണം. അതിന് തെളിവാണ് ഇതിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ. നിങ്ങൾ വായിച്ച് നോക്കുക. നിങ്ങൾ ആ കമൻറ്റുകൾ പുതുതായിട്ട് കാണുന്നവർ വായിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതിനകത്ത് ഞാനൊരു വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് വെച്ചേക്കാം. അതിൻ്റെ ലിങ്ക് അതിൻ്റെ ആദ്യം വെച്ചിട്ടുണ്ട്. നിങ്ങളത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ ഞാൻ അതിനകത്തിൽ ഇടയ്ക്ക് അപ്ഡേഷൻ നടത്താറുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ ജോയിൻ ചെയ്യാം. ഓക്കെ, പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ മാത്രം. ഓക്കെ, അപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പം അടുത്തൊരു സാമ്പത്തിക വർഷം നിങ്ങൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾ എപ്പോഴും മാർക്കറ്റിൽ അപ്ഡേറ്റ് ആയിരിക്കുക. അതുപോലെ തന്നെ വൈകുന്നേരം അന്ന് മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ എൻ്റെ സെമിനാറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സെമിനാറിൽ അന്ന് പങ്കെടുത്തവർക്കൊക്കെ അറിയാം. ഓക്കെ, അപ്പോൾ അവരൊക്കെ കൃത്യമായൊരു ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് നഷ്ടം കടന്ന് കൂപ്പ് കൂത്തിയ ആൾക്കാരൊക്കെ ഇപ്പം ഇതൊക്കെ മാസം വരെ ഈ മാസത്തിലും പച്ച കത്തിച്ച് തുടങ്ങി. അപ്പോൾ അതിൻ്റെ കാരണം പറഞ്ഞില്ല, കൃത്യമായ ഗൈഡൻസ് ഇല്ലാതെ എന്തെങ്കിലും വരുന്ന രീതിയിൽ വാരി വലിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുക എന്നുള്ളൊരു ഒരു പ്രകൃതം മാറ്റിയിട്ട് കൃത്യമായി
പഠിച്ചിട്ട് മാത്രം കൃത്യമായി എൻട്രിയും എക്സിറ്റും കണ്ടുപിടിച്ച് അവിടെ കയറാനും ഇറങ്ങാനും നിങ്ങൾ പഠിക്കുക. അതിന് നിങ്ങളൊരു പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഒരു സംയമനം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കുക. പേപ്പർ ട്രേഡ് ചെയ്ത് പഠിച്ചിട്ട് മാത്രം അതിനുശേഷം മാത്രം നിങ്ങൾ റിയൽ മണി വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഞാൻ ഈ പറയുന്നത് വലിയ എൻ്റെ ഈ വീഡിയോയ്ക്ക് വലിയ ഗുമ്മോ പ്രൊഫഷണാലിറ്റി ഒന്നും കാണത്തില്ല. ഓക്കെ, പക്ഷെങ്കിൽ ഞാൻ ശാന്തമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളിത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, നിങ്ങൾക്കിത് വിജയിക്കണമെന്ന് ആഗ്രഹമുള്ളവർ കൃത്യമായി കേട്ട് ഇത് അനുസരിക്കാൻ ശ്രമിക്കുക. അപ്പം മാർക്കറ്റിൽ നിങ്ങൾ അത്യാവശ്യം ഒരു ദിവസം അത്യാവശ്യം 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിയും, പറ്റുമെങ്കിൽ 2 മണിക്കൂർ നിങ്ങൾ ചിലവഴിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ വർഷം ഞാൻ പറഞ്ഞു ആ പഴയ പറ്റുബുക്ക് എടുത്ത് മാറ്റി വെച്ചേക്കാം. ആ പറ്റുബുക്കിനെ പറ്റി നിങ്ങൾ ചിന്തിക്കരുത്. ഒരു കാരണവശാലും നിങ്ങളുടെ ലോസ് റിക്കവർ ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ ഈ വർഷം ചിന്തിക്കരുത്. 100% നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ലോസ് കഴിഞ്ഞത് കഴിഞ്ഞു, പറ്റിയത് പറ്റി, പോയത് പോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. NSE ആ കാശ് നിങ്ങൾക്ക് തിരിച്ചു തരുമോ? തരത്തില്ല. അതിനെപ്പറ്റി ടെൻഷൻ അടിച്ചിട്ടും യാതൊരു കാര്യമില്ല. അതുകൊണ്ട് അടിവരയിട്ട് ആ പറ്റുബുക്ക് മാറ്റി വെക്കുക. ഈ സാമ്പത്തിക വർഷത്തിൽ പുതിയ ബുക്ക് തുറക്കുക. ഓക്കെ, അതിൽ നിങ്ങൾ സംയമനത്തോടെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ദിവസം ട്രേഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു ട്രേഡാണ്. നിങ്ങൾക്കൊരു എൻട്രി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാത്തിരുന്ന ക്ഷമയോടെ എൻട്രി എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു ട്രേഡാണ്. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ പറഞ്ഞു, ഞാൻ ഇനിയും ഏപ്രിൽ 2 കഴിഞ്ഞിട്ട് മാത്രമേ ട്രേഡ് ചെയ്യുന്നുള്ളൂ. ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കറിയാം. ഏപ്രിൽ 2 ശേഷം മാത്രമേ ഞാൻ ഇനി ട്രേഡ് ചെയ്യുന്നുള്ളൂ. അതുവരെ എനിക്ക് ട്രേഡ് ഇല്ല എന്ന് ഞാൻ കൃത്യമായിട്ട്, ഞാൻ ഇന്ന് ട്രേഡ് ചെയ്തില്ല, നോക്കിയിരുന്നു. അപ്പോൾ ഇന്ന് ഗ്രൂപ്പിൽ പലരും പറഞ്ഞു, സാർ ഞാൻ ഇന്ന് ട്രേഡ് ചെയ്തില്ല. കാരണം മാർക്കറ്റ് എങ്ങോട്ട് പോയോ ആ ഏരിയയിൽ തന്നെ നേരെ തിരിച്ച് മാർക്കറ്റ് വന്നു. അപ്പോൾ വലിയൊരു മൂവ്മെൻറ്റിനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് എൻ്റെ ഒരു ഇതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു. എൻ്റെ ഒരു പഠനവും എൻ്റെ ഞാൻ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റ് ഇനിയും വലുതായിട്ട് അങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള സാധ്യതയില്ല ഏപ്രിൽ 2 വരെ. കാരണം ട്രംപിൻ്റെ താരിഫ് പ്രഖ്യാപനം വരുന്നത് വരെ മാർക്കറ്റ് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം എങ്ങോട്ടെങ്കിലും ഒരു വയലൻ്റ് മൂവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് എങ്ങോട്ടെന്നുള്ളത് 2 തീയതി കഴിഞ്ഞ് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് വിഷയം വേറെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ട്രേഡ് ചെയ്യാൻ നമുക്ക് അവസരമില്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കുക. അതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ശീലിപ്പിക്കുക. അല്ല, എനിക്കിന്ന് വെള്ളം അടിക്കുന്നവരുടെ കൂട്ട് രാവിലെ 2 അടിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കൈവിറയ്ക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ഒരു മെൻറ്റാലിറ്റി നിങ്ങൾ മാറ്റുക. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിയന്ത്രിക്കാൻ പഠിക്കുക. ഓക്കെ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നിയന്ത്രിക്കാൻ പഠിക്കുക. നിയന്ത്രിക്കാൻ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷൻ ബാങ്കിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 10% നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡ് അവസാനിപ്പിക്കുക. ഓക്കെ, ഒരു പക്ഷെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് 1 2 ഒരാഴ്ചയിൽ ചിലപ്പോൾ 1 2 3 സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാലും ആ സ്റ്റോപ്പ് ലോസിൽ കൊടുത്ത് നിങ്ങൾ മാറി നിൽക്കുക. ഒരിക്കലും അന്ധമായി നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ ഇറങ്ങിയിട്ട് വീണ്ടും നിങ്ങൾക്ക് അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് അവിടെ സസ്റ്റെയിൻ ചെയ്ത് തിരിച്ച് കയറുമ്പോൾ അവിടെ നിങ്ങൾ റീ എൻട്രി എടുത്തോ, ഒരു പ്രശ്നമില്ല. നിങ്ങൾ റീ എൻട്രി എടുത്തോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാതെ നിങ്ങൾ ഈ അന്ധമായിട്ട് നിങ്ങൾ ഈ ഹോൾഡ് ചെയ്യുന്ന പരിപാടി നിങ്ങൾ നിർത്തുക. അത് തന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഒരു അനുഗ്രഹമായിരിക്കും. നിങ്ങൾ ഈ ഹോൾഡിംഗ് പരിപാടി നിർത്തിയാൽ തന്നെ നിങ്ങളുടെ പകുതി കാര്യങ്ങൾ നിങ്ങൾ വിജയിച്ചു. അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ അതുപോലെ തന്നെ നിങ്ങൾ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുമ്പോൾ കഴിവതും നിങ്ങൾ ഔട്ട് ഓഫ് ദ മണി, പ്രത്യേകിച്ച് ഡീപ്പ് ഔട്ട് ഓഫ് ദ മണി, ഫാർ ഔട്ട് ഓഫ് ദ മണി നിങ്ങൾ സെലക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കഴിവതും 2000 3000 5000 രൂപയൊക്കെ നിങ്ങൾ ട്രേഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ആ പൈസ വെള്ളത്തിൽ പോകത്തേ ഉള്ളൂ. ഈ ഓപ്ഷൻ പേരുടെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000 അല്ല ഉള്ളൂ, പോട്ടെ എന്ന് പറയും. പക്ഷേ 10 പ്രാവശ്യം 5000 പോകുമ്പോൾ 50,000 നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പോയി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. അത്യാവശ്യം നിങ്ങൾ ട്രേഡ് ചെയ്യുന്നെങ്കിൽ, നിങ്ങൾക്കൊരു സെറ്റപ്പ് കിട്ടിയെങ്കിൽ നിങ്ങൾ കഴിവതും നിങ്ങൾ ATM-ൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക, അറ്റ് ദ മണിയിൽ. അപ്പോൾ ATM എന്തോ ITM എന്തോ OTM എന്തോ അറിയാൻ വയ്യാത്തവരാണ് ഇപ്പോൾ എന്നെ കേൾക്കുന്നതായിരിക്കും. അതിന് ഞാൻ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്പെഷ്യൽ വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിനകത്തിൽ ITM OTM ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക, അറിയാൻ വയ്യാത്തവർ. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് ട്രേഡ്, എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിവതും അറ്റ് ദ മണിയിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു DK കുറച്ച് കുറവായിരിക്കും അവിടെ. അപ്പോൾ അഥവാ ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റ് നമ്മുടെ വിചാരിക്കുന്നത് മൂവ്മെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ATM പെട്ടെന്ന് ITM ആകും. അപ്പോൾ നമുക്ക് നല്ല അപ്രീസിയേഷൻ ഉണ്ടാകും, പെട്ടെന്ന് നമുക്ക് ട്രേഡിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട്
നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള നിങ്ങളിപ്പോൾ ഇനി 3 ദിവസം നിങ്ങൾക്ക് അവധിയുണ്ട്. ഇതിപ്പം ശനി, ഞായർ, തിങ്കൾ 3 ദിവസം അവധിയുണ്ട്. ഈ പ്ലേലിസ്റ്റുകളിലുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. വിജയിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, എനിക്ക് യാതൊരു നിർബന്ധമില്ല നിങ്ങൾ കാണണമെന്ന്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടാലും എനിക്ക് കിട്ടാൻ പോകുന്നത് ഇത്ര പൈസയായിരിക്കും. ഇത് കണ്ടാലുള്ള വ്യൂവർഷിപ്പ് ഇന്ന് കിട്ടുന്നത് ഒരു ഉള്ള കാര്യം തുറന്ന് പറയാനുള്ളത്. നിങ്ങളിപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കാണാൻ വേണ്ടി പറയുന്നെങ്കിൽ 1000 പേര് എൻ്റെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആകെ കിട്ടുന്ന $2. മനസ്സിലായി? അപ്പോൾ ഇതുകൊണ്ട് എനിക്കൊന്നും നേടാനില്ല. 1000 വ്യൂസ് 1000 പേര് കണ്ടാൽ, ഒരു വീഡിയോ 1000 പേര് കണ്ടാൽ എനിക്ക് ആകെ കിട്ടുന്നത് $2. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബുകാരോട് ചോദിച്ചു നോക്കി. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് ഇപ്പോൾ ഇതിനകത്ത് വലിയ നേട്ടങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനതൊരു ബിസിനസ്സായിട്ട് കാണുന്നുമില്ല. ബട്ട് ഞാൻ പറഞ്ഞത്, എനിക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ, സമൂഹത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഹാപ്പി. അത് എന്നെ പിന്തുടരുന്ന എല്ലാവർക്കും അറിയാം, എന്നെ അടുത്തറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ എന്താണ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് നിങ്ങളോടൊക്കെ പെരുമാറുന്നതൊക്കെ നിങ്ങൾക്ക് നല്ലോണം അറിയാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, സെബി പറയുന്നത് 8% ആൾക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു 70% വരെ 70-80% വരെ ഡെയിലി നമ്മൾ പ്രോഫിറ്റിൽ ഇറങ്ങിയ ആൾക്കാരുണ്ട്. അത് 1-2 പേരല്ല, ഏകദേശം 500 പേർക്കടുത്ത് ട്രേഡ് അതിനകത്ത് ചെയ്യുന്നുണ്ട്. 500 പേർക്കടുത്ത് ആൾക്കാരാണിത് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി അത് ട്രേഡ് ചെയ്യുന്നുണ്ട്. ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നവരെ കണ്ട് 350 പേരോളമുണ്ട്. അതിൽ ഭൂരിഭാഗം പേരും പ്രോഫിറ്റിൽ ഡെയിലി ഇറങ്ങുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു മാറ്റം വരുത്താൻ എനിക്ക് കഴിഞ്ഞതിൽ അഭിമാനമുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ഈ കമൻറ്റ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഇന്നും എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഒരു 40%, 35-40% മന്ത്ലി പ്രോഫിറ്റിൽ ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് ഇനി അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ മാസം വീക്കിലിയിൽ 70% പ്രോഫിറ്റിൽ ഇറങ്ങിയവർ ഈ പ്രാവശ്യം 50% ആയപ്പം അതിനുള്ള പരാജയം അവർക്കറിയാം എന്താ സംഭവിച്ചതെന്ന്. കാരണം ഒരു ദിവസം അവർ ചെയ്തത് എല്ലാം തെറ്റിച്ചു. അവരുടെ രീതിക്ക് മാർക്കറ്റ് പോകും എന്ന് ധരിച്ച് അവരതിൽ ഉറച്ചു നിന്നു. പക്ഷേ മാർക്കറ്റ് റിവേഴ്സ് അടിച്ചു. കിട്ടിയ പ്രോഫിറ്റ് മുഴുവൻ ആ ഒറ്റ ദിവസം കൊണ്ട്, 4 ദിവസം കിട്ടിയ പ്രോഫിറ്റും ആ ഒറ്റ ദിവസം കൊണ്ട് തീർന്നു. അവസാനം എല്ലാവരും കരഞ്ഞു പോയി, ഇൻബോക്സ് സാറേ പറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യാനുള്ള കാര്യം കൃത്യമായി ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. നമ്മൾ ന്യായം പാലിച്ച് മാറി നിൽക്കണം പറഞ്ഞാൽ മാറി നിൽക്കണം. അല്ലാതെ നമ്മുടെ മനസ്സിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണു പോകും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ന്യായം നിങ്ങൾ തീരുമാനിക്കുക. ന്യായം, ഞാൻ എപ്പോഴും പലിശക്കാരൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? കേൾക്കാത്തവർക്കൂടെ കൂടെ പറയാം. നിങ്ങളുടെ നാട്ടിലെ ബ്ലേഡ് പലിശക്കാരുണ്ട്. അവൻ എങ്ങനെയാണ് നിങ്ങൾക്ക് പലിശയ്ക്ക് പൈസ തരുന്നത്? ഒരു 10,000 രൂപ നിങ്ങൾ അവൻ്റെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരുടെ പരിസരിച്ച് ഇപ്പോൾ 5 രൂപ പലിശയാണ്. 5 രൂപ പലിശയാണെന്നുണ്ടെങ്കിൽ അവൻ ഒരു മാസം 10,000 രൂപ നിങ്ങൾക്ക് തരുമ്പം അവൻ ഒരു മാസം 500 രൂപയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പലിശ വാങ്ങിക്കുന്നത്. ഇല്ലേ? ശരിയല്ലേ പറഞ്ഞേ? 5 രൂപയ്ക്ക് കൂടുതൽ മേടിക്കുന്നവരൊക്കെ ഉണ്ട്. എങ്കിൽ 5 രൂപ നമുക്ക് ന്യായമായിട്ടുള്ള രീതിയിൽ 5 രൂപ കൂട്ടാം. അപ്പോൾ ഒരു മാസം 10,000 രൂപ നിങ്ങളുടെ കയ്യിലിരിക്കുമ്പോഴാണ് നിങ്ങൾ 500 രൂപ അവന് കൊടുക്കേണ്ടത്. ഈ 10,000 രൂപ വെച്ച് ട്രേഡ് ചെയ്ത നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ 750-1000 രൂപ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ബ്ലേഡുകാരനെ 500 മേടിക്കുന്ന ബ്ലേഡുകാരൻ എന്ന് പറയുമ്പോൾ നിങ്ങളെന്തോ പറയണ്ടേ? അവിടെയാണ് ന്യായത്തിൻ്റെ പ്രസക്തി. അതുകൊണ്ട് നിങ്ങൾ 10,000 രൂപ വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ 500-750 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തുക. അങ്ങനെ കൃത്യമായി ഒരു അച്ചടക്കത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ന്യായത്തിൻ്റെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലാകും. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, എന്നെ പൊതുവായിട്ട് കേൾക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ന്യായത്തിൻ്റെ ഒരു ശക്തി നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് വായിച്ചു നോക്കുക. വേറെ ഒന്നും ചെയ്യണ്ട, നിങ്ങളിതിൻ്റെ കമൻറ്റ് വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം എന്നെ ഫോളോ ചെയ്യുന്നവരോട് പറയാനുള്ളത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ നിങ്ങളിതിനകത്ത് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പം അത് ബാക്കിയുള്ളവർക്കൂടെ ഒരു പ്രചോദനമാകും. എന്താണ് ന്യായത്തിൻ്റെ ശക്തി എന്താണെന്നും ന്യായം എങ്ങനെ നമ്മുടെ ലൈഫിൽ മാറ്റം വരുത്തും എന്നുള്ള കാര്യവും നിങ്ങൾക്ക് മറ്റുള്ളവർക്കൂടെ പ്രചോദനമാകും നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് എനിക്ക് സഹോദരങ്ങൾ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, പുതിയ സാമ്പത്തിക വർഷത്തിൽ വളരെ അച്ചടക്കത്തോടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. 1-2 പ്രാവശ്യം കൂടി ഈ വീഡിയോ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒരു ബുക്കിൽ എഴുതി വെക്കുക. അങ്ങനെയാണ് നിങ്ങൾ വിജയിക്കാൻ പറ്റും. നിങ്ങൾ പരീക്ഷിച്ച് നോക്കും. ഒരു മാസം അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ വിട്ടോ, ഒരു മാസം ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് പാലിച്ച് നോക്കും.
പാലിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. അതിൻ്റെ തെളിവുണ്ട്. ചുമ്മാ അത് വാഗൊണ്ട് പറയുകയല്ല, അത് ഞാൻ തെളിയിച്ച് കാണിച്ചതാണ്. തെളിയിച്ച് കാണിച്ചതിൻ്റെ സാക്ഷികളാണ് ഇതിൻ്റെ അടിയിൽ കമൻറ്റ് എഴുതുന്നത്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, പുതിയ സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾ വളരെ അച്ചടക്കത്തോടും സംയമനത്തോടും കൂടെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി പാലിക്കാൻ ശ്രമിക്കുക. ഓക്കെ, കൃത്യമായി എൻട്രി എക്സിറ്റ് അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ ന്യായം ചലഞ്ച് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്, നിങ്ങളത് പോയി കാണാൻ ശ്രമിക്കുക. ഓക്കെ, 3 ദിവസം നിങ്ങൾക്ക് അവധിയുണ്ട്. നിങ്ങൾക്ക് ഈ വർഷം രക്ഷപ്പെടണം എന്ന ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്ലേലിസ്റ്റിൽ പോയിട്ട് നിങ്ങളത് കാണുക. അതുപോലെ പ്രൈസ് ആക്ഷൻ്റെ സീരീസ് ചെയ്തിട്ടുണ്ട്, എങ്ങനെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാം, പാറ്റേൺസും ക്യാൻഡിൽ ഫോർമേഷൻസിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാൻ ശ്രമിക്കുക. സ്പെഷ്യൽ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ATM എങ്ങനെയാണ്, AMO എന്താണ്, എങ്ങനെ ട്രേഡ് ചാർട്ടിൽ എങ്ങനെ ട്രേഡ് എടുക്കാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഈ സമയം പോലെ നിങ്ങൾ പോയി കാണാൻ ശ്രമിക്കുക. അപ്പം ഈ വർഷം ഒരു വിജയത്തിൻ്റെ വർഷം ആയി തീരട്ടെ. ഓക്കെ, അടുത്ത വർഷം നിങ്ങൾ ITR ഫയൽ ചെയ്യുമ്പം പച്ച കണ്ട് ഫയൽ ചെയ്യാൻ നിങ്ങൾക്ക് ഇടവരട്ടെ. അപ്പോൾ എല്ലാവർക്കും ഈദ് ആശംസകൾ. ഈ ആഴ്ച നാളെ മറ്റന്നാൾ ഈദായിരിക്കും. അപ്പം എല്ലാവർക്കും റമദാൻ ആശംസകൾ. റമദാൻ കരീം. ഗൾഫിലുള്ളവർക്കെല്ലാം എല്ലാവരും പഠിക്കുക, എല്ലാവരും വിജയിക്കട്ടെ. ഓക്കെ, അടുത്ത വർഷം നമുക്ക് ഇതുപോലെ തന്നെ, അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഇതുപോലെ തന്നെ ഒരു മാർച്ചിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളുടെയൊക്കെ ചിരിച്ച മുഖം കാണാൻ, സന്തോഷത്തിൻ്റെയും ഒക്കെ പിന്നെ ലാഭത്തിൻ്റെയും വാക്കുകളൊക്കെ കേൾക്കാൻ ഇടവരട്ടെ. അങ്ങനെ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിജയം ഈ വർഷം ആശംസിക്കുന്നു. താങ്ക് യു.